ദേശീയപാത 66 നിർമ്മാണത്തിനിടെ മേൽപ്പാലം തകർന്ന് ഗതാഗതം നിരോധിച്ച മലപ്പുറം കൂരിയാട് ഭാഗ്യകാശ്വാസം മണ്ണുമാറ്റി 380 മീറ്ററിൽ വയഡക്ട് നിർമ്മിച്ചതോടെയാണ് യാത്രാക്ലേശത്തിന് അറുതിയായത്. വലിയ ജനരോഷത്തിന് പിന്നാലെയാണ് മേഖലയിൽ മണ്ണിട്ട് റോഡ് നിർമ്മിക്കുന്നതിന് പകരം വയഡക്ട് നിർമ്മിക്കാൻ തീരുമാനമായത്. ദേശീയപാത നിർമ്മാണങ്ങളുടെ മുഴുവൻ ജാഗ്രത കൂട്ടിയ സംഭവമായിരുന്നു കഴിഞ്ഞ മെയ് 19 മലപ്പുറം കൂരിയാട് നടന്നത്. അപകടത്തിന് ശേഷം പൂർണ്ണമായി അടച്ച ദേശീയപാത കഴിഞ്ഞ ദിവസം യാത്രക്കാർക്കായി തുറന്നുകൊടുത്തു. എന്താണ് കൂരിയാട്ടെ നിലവിലത്തെ സാഹചര്യമെന്ന് നമുക്ക് പരിശോധിക്കാം. അപകടത്തിൽ തകർന്ന ഭാഗത്തിന് പകരം കൂരിയാട് അടിപ്പാത മുതൽ കൂരിയാട് തോടിന് മുകളിലെ ആദ്യ പാലം വരെയുള്ള 380 മീറ്റർ നീളത്തിലാണ് പുതിയ വയഡക്റ്റ്. ആകെ 13 സ്പാനുകളുള്ള പാലത്തിന് കരുത്തുറ്റ 24 കോൺക്രീറ്റ് തൂണുകളാണുള്ളത്. ഞങ്ങൾ ഇത് ആരംഭത്തിൽ തന്നെ പറഞ്ഞൊരു സംഗതിയായിരുന്നു, ഇവിടെ പാലം വേണം. ഈ ചതുപ്പ് നിലയമാണ്. ചതുപ്പ് നിലമായതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മണ്ണിട്ട് പൊക്കിയാൽ അത് താഴോട്ട് പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് ആദ്യം ഉണ്ടാക്കിയ DPR ഇവിടെ പാലം തന്നെയായിരുന്നു. എന്നാൽ പിന്നീട് വന്നത് ഇവിടെ മണ്ണിട്ട് ജർമ്മൻ ടെക്നോളജി എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സിസ്റ്റം കൊണ്ടുവരികയും അത് നിർമ്മാണം ഏകദേശം 40 അടി ഉയരത്തിലാണ് ഈ കെട്ടി മണ്ണിട്ട് പൊക്കിയിരുന്നത്. അത് ഒരു മഴ പെയ്ത ഉടനെ തന്നെ ഏകദേശം മെയ് 19 ഈ സംഭവം ഉണ്ടാകുന്നത്. ഒരു വർഷം കൊണ്ട് തന്നെ KNRC നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. അതിലേറെ സന്തോഷമുണ്ട്. അപകടത്തിന് പിന്നാലെ വിദഗ്ധ സമിതിയാണ് മണ്ണിട്ട് റോഡ് നിർമ്മിക്കുന്നതിന് പകരം മേൽപ്പാലം നിർമ്മിക്കുന്നതിനുള്ള ശുപാർശ നൽകിയത്. കഴിഞ്ഞ മെയ് 19 കൂരിയാട് ഭാഗത്ത് 40 അടി ഉയരത്തിൽ കെട്ടിപ്പൊക്കിയ 6 വരിപ്പാതയുടെ വലിയൊരു ഭാഗവും തകർന്നു വീണത്. റോഡ് നിർമ്മാണത്തിലെ അശാസ്ത്രീയത അന്നേ നാട്ടുകാർ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. 24 മലപ്പുറം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.